ആരുടെ ആരാണ്? പോലീസാ? കോനെ? ഹലോ, நான் வராம ரோட்டுக்கு வரக்கூடாதுன்னு நீ ஏன் பேச்ச கேட்கவே மாட்டேன்ற? பாரு முகம்லாம் டஸ்ட் ஆயிடுச்சு. ഇന്നലെ കാലത്ത് ഏകദേശം 6 മണിയോട് കൂടിയാണ് മരണം നടന്നിരിക്കുന്നത്. മരണകാരണം ഹൃദയം തുരന്നെടുത്തുകൊണ്ടാണ്. പക്ഷെ അതിനു മുമ്പ് കണ്ണുകൾ രണ്ട് ചൂഴ്ന്നെടുത്തിരുന്നു. ഇത് രണ്ടെടുക്കുമ്പോഴും ഇദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു. സോ ബ്രൂട്ടൽ. ഈ പ്രോസസ്സ് നടക്കുമ്പോൾ എന്തോ ഒന്നുകൊണ്ട് ബലമായി കെട്ടിയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ അടി കിട്ടിയതിൻ്റെയോ ബലം പ്രയോഗിച്ചതിൻ്റെ ഒരു പാടും ദേഹത്ത് കണ്ടില്ല. ശരീരത്തിലാകെ സെന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയുമാണ് പ്രൈമറി അനാലിസിസ്. ബാക്കി ബോഡി ഫ്ലൂയിഡിന്റെ പരിശോധന കഴിഞ്ഞ് പറയാം. എനിത്തിങ് യെറ്റ് അനിൽ? കമ്മീഷണർ ഒരു പ്രൈമറി റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് കൊടുക്കാം മാഡം. ഫോറൻസിക് ഉടൻ തന്നെ റിപ്പോർട്ട് തരും. ഇതാരാ? ഇത് പിന്നെ ഇങ്ങനെ ചില കേസുകൾ വരുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൺസൾട്ടിംഗ് ക്രിമിനോളജിസ്റ്റ് ആണ് മാഡം, അൻവർ ഹുസൈൻ. Carry on, doctor. Make it fast. Sure, madam. Yes, ma'am. Sir. போஸ்ட்மார்ட்டம் பண்ணும்போது என்னாலேயே ஐ couldn't control my tears. அவனுக்கு வலின்னா என்னன்னு தெரியாது நினைக்கிறேன். Black heart. பாவம் அந்த குழந்தையோட கண்ணை நோண்டி பல்ல உடைச்சு முடியெல்லாம் கொத்து கொத்தா பிடுங்கி அதுக்கு மேல அந்த குழந்தையோட உடம்பெல்லாம் கத்தியால கிழிச்சிருக்கான். இதெல்லாம் அந்த குழந்தை உயிரோடு இருக்கும்போது நடந்திருக்கு. This man is suffering from antisocial personality disorder with aggression and deviant behavior. சுருக்கமா சொன்னா சைக்கோ. Completely psycho. ரேப் ஏதாவது? நோ ரேப், பட் அந்த இடம் നീ എന്താ നിന്ന് പരിങ്ങ്? ഒരു മിനിറ്റ്, ഇതെന്റെ ഫ്രണ്ടാണ് സാറേ. ഫ്രണ്ടോ? ഏടോ ബുക്കും പേപ്പറൊക്കെ ഓക്കെ ആണെങ്കിൽ വിട്ട് കളയടോ. ഇത് കേരള പോലീസല്ലേ, സദാചാര പോലീസൊന്നും അല്ലല്ലോ. വെറുതെ പുഷ്പിക്കുന്നു. സാറ് പതിവ് പോലെ പാതിരാത്രിക്ക് ഫോണായിട്ട് പോയിട്ടില്ലേ? ആറിന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞതല്ലേ ഉള്ളൂ. വൈഫാണ് ഗൾഫിലും പോയി. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. എന്താടാ നിന്റെ പേരെന്താ? സാംസൺ. നാളെ വരാൻ വേണ്ടി പറഞ്ഞു. ലോണ് ശരിയാ, കുഴപ്പമില്ല. അവരൊക്കെ ഉറങ്ങിയാ? പനി എങ്ങനെയുണ്ട് ഇപ്പോൾ? ഓക്കെ. ഇവിടെ കറണ്ട് പോയടി. അവിടെ പിന്നെ കറണ്ട് പോവില്ലല്ലോ. ഞാൻ തിരിച്ചു വിളിക്കാം, നീ കട്ട് ചെയ്യും. ആരാണ് വണ്ടിയിൽ? കല്ലൂടെ മറ്റാണോടാ? ഹലോ,
அந்த வண்டியை செக் பண்ணிங்களா? அதில் நம்ம ஏசி போகிறாங்க சார். ஆப்போசிட்டில் ஒரு வேன் வந்து நின்றுச்சு சார். வேணா? ஆமாம் சார். அம்மோட ரிலேஷன் நினச்சி அம்மிட்ட சொல்லிட்டு உடனே அங்கேருந்து கிளம்பிட்டேன் சார். வேனில் வந்தவரை பார்த்தியா? சார் இல்லை சார். வேன் எப்படி இருந்தது? இருட்டில் சரியாக தெரியல சார். அருண, அம்மு உயிரோட? மாமா ப்ளீஸ், என் உயிரை கொடுத்தாவது நான் அம்மாவை காப்பாற்றுவேன். காணாம போய் 2 நாள் ஆகுது. உன்னை நம்பிதாண்டா இருக்கேன். அதுவும் அவன் போலீஸ் தான். அப்படியே அவன் கிடச்சிருந்தாலும் எப்படி தப்பிச்சுருவா பாரு. அன்னைக்கு என் சைனை உங்ககிட்ட வாங்கி என்னை மாட்டி விட்டா பார்த்தியா? அவன் கண்ணு நல்லா கோழி உண்ட மாதிரி பெரிய சைஸா இருக்கும். அதை அப்படியே ஊட்டி மாட்டி தப்பிச்சு வந்துடும். அவன் மட்டும் கிடைச்சான்னு வச்சுக்க, எனக்கு இந்த வேலையை வேண்டாம், இந்த ஊர் வேண்டாம். நான் நம்ம ஊரை பார்த்து போய் அம்மா கண்ணு முன்னாலே இருக்காதா? அத கண்ணீர் வந்து கிடைச்சிருவா. எல்லாம் நம்பிக்கை தாங்க. என்ன என்னடா அது? ஒன்றும் இல்லை மாமா. அம்மா நானும் போலீஸ்காரன் தான் மாப்பிள்ள. என்னை பார்க்க മാഡം, കൃത്യം നടന്നത് കഴിഞ്ഞ തവണ സംഭവിച്ചതുപോലെ തന്നെ. കണ്ണില്ല, ഹൃദയമില്ല, മരണകാരണം സെയിം. വിരലടയാളങ്ങളോ പ്രതിയുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ ഒന്നും തന്നെയില്ല. ബോഡിയിലുള്ള പെർഫ്യൂം കണ്ടന്റ് പോലും സെയിം. പിന്നെ ഈ പ്രതിമ വൈറ്റ് ക്ലീൻ, ഒരു ഫിംഗർ പ്രിന്റ് പോലും ഇല്ല. സ്ട്രേഞ്ച്. ശില്പിയുടെ പേരോ ബ്രാൻഡ് നെയിമോ ഒന്നുമില്ല. ഒരു കസ്റ്റം മെയ്ഡ് വെങ്കല നീതിതായിരുന്നു. ഇറ്റ് ഈസ് സ്ട്രേഞ്ച്, ബട്ട് ഫോർ അനദർ റീസൺ. മനോഹരമായി ചെയ്തിരിക്കുന്ന കണ്ണുകൾ. സാധാരണ നീതിദേവതാ പ്രതിമകൾ പോലെ കണ്ണുകൾ കറുത്ത തുണി കൊണ്ട് മൂടാതെ എല്ലാം കാണുന്ന നീതിദേവത. ഒപ്പം എപ്പോഴും വെക്കുന്ന ഒരു ഗ്രീക്ക് റെഫറൻസ് അല്ല മുഖം, കുറച്ചുകൂടി ഒരു മലയാളത്തിലുള്ള മുഖം ഇറ്റ് സീംസ്. കൊലയാളി ഇത്തവണ ഇത്തരമൊരു സിഗ്നേച്ചർ ഉപേക്ഷിച്ചുവെങ്കിൽ അയാൾ പോലീസ് ഫോഴ്സിലെ ആർക്കോ അല്ലെങ്കിൽ ഫോഴ്സിന് മുഴുവനായ ഒരു സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നുവെന്ന് വേണം ഊഹിക്കാൻ. അല്ലെങ്കിൽ നമ്മളെ ടോട്ടലി തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു മൂവ്. ദെൻ വൈ ദിസ് ടൈം? കഴിഞ്ഞ തവണ പ്രതിമ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഈ കൊലപാതകം വേറെ ആരാണോ ചെയ്തിരിക്കുന്നത്? മാഡം, അൻവർ പറഞ്ഞത് ശരിയാണ്. ഈ വിഷ്വൽസ് എല്ലാം 3 ദിവസം മുൻപേയുള്ള ഫൂട്ടേജസിലുണ്ട്. പ്രീതി, യെസ്. ഫോട്ടോ നമ്പർ 5 എനിക്കൊന്ന് ബിഗ് സ്ക്രീനിൽ തന്നെ.
ടോപ്പ് ലെഫ്റ്റ് കോർണർ ആ കല്ലിന്റെ ഭാഗത്ത്. ഇത് ഇതേ ടൈപ്പ് പ്രതിമയുടെ ഒരു എഡ്ജ് അല്ലേ മാഡം? God was there. അരുൺ, പ്രതീക്, immediately. ஆமா சார், அவ போன அன்னைக்கு அவ பேர்ல கேட்ல யாரோ கிஃப்ட் வச்சுட்டு போயிருந்தாங்க. பட் அவ காணாம போன ஷாக்ல அதை மறந்துட்டேன் சார். ചെറുപ്പം മുതലേ ഉൾവലിഞ്ഞ് ജീവിക്കുന്ന പ്രകൃതം. UK-യിൽ കമ്പ്യൂട്ടർ സയൻസിൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ സൈമൺ കൂടുതൽ സമയവും ചിലവഴിച്ചത് അടച്ചിട്ട മുറിയിൽ തൻ്റെ കമ്പ്യൂട്ടറുകൾക്കൊപ്പമായിരുന്നു. ഒരിക്കൽ തൻ്റെ ഡെബിറ്റ് കാർഡിൽ നിന്നും കണക്കില്ലാതെ കുറച്ച് പണം മിസ്സായ കാര്യം ശ്രദ്ധിച്ച സൈമന്റെ പിതാവ് ജോർജ് കണ്ടത് ഡാർക്ക് നെറ്റിൽ പണം കൊടുത്ത് ലൈവ് കൊലപാതക ടോർച്ചർ വീഡിയോകൾ കണ്ട് രസിക്കുന്ന മകനെയായിരുന്നു. എന്താണ് സൈമ, നിനക്ക് എന്തു പറ്റി? കുറേ ആയിട്ട് നിന്നിപ്പോൾ പള്ളിയിലേക്കൊന്നും കാണില്ലല്ലോ. മകന്റെ മാനസിക പ്രശ്നം പരിഹരിക്കാൻ ജോർജ് മാഞ്ഞൂരാൻ തന്നാലാവും വഴികളിലൂടെ എല്ലാം ശ്രമിച്ചു. അല്പകാലം കഴിഞ്ഞ് ജോർജിനെയും ഭാര്യയെയും പള്ളിയിൽ കണ്ടിട്ട് കുറച്ചായെന്നും ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നുമുള്ള വികാരിയച്ഛന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ജോർജ് മാഞ്ഞൂരാൻ്റെ വീടല്ലേ? അതെ സാർ. അപ്പുരം അമ്മക്കവിടെ പോയി? അവര് വെള്ളാങ്കണ്ണി പോയി സാറേ. എത്ര ദിവസം കണ്ടവരാ? അറിയില്ല സാർ. അറിയില്ല. അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ധ്യാനത്തിന് പോയതല്ലോ സാറേ, ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ബിടെക് കഴിഞ്ഞിരിക്കുക. ജോലിയും ശരിയായിട്ടില്ലേ? ട്രൈ ചെയ്യുന്നുണ്ട് സാർ. ഇവിടെ വേറെ ആരും താമസിക്കുന്നില്ലേ? ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ സാറേ. இந்த வருஷம் நம்ம ஸ்கூல்ல +2 100% பாஸ் காட்டுறதுக்கு +1 ஆனுவல டைட்டா டிகிரேட் பண்ணுவாங்க. அப்ப ஆவரேஜ் ஸ்டூடெண்ட் பாஸ் ஆவறதே கஷ்டம். நீ பிலோ ஆவரேஜ், கன்ஃபார்மா ஃபெயில். நெக்ஸ்ட் இயர் என் பேர் கட்டக்கூடாதுல்ல ஷர்மி? லாஸ்ட் வீக் ஒரு பையன் கூட உன்னை பைக்ல பார்த்தானே. படிக்க மாட்டேங்கிற, ஊர் சுத்துற, ரொம்ப வீக்கா இருக்கிய. உன்னோட பேரண்ட்ஸ் கிட்ட பேசணுமே. வேணாமா? அப்ப நான் சொல்றத செய்றியா? செய்றியா? ஓகே. செய்ய மாட்டேன்னா அப்படியே ஃபங்க்ஷன் போயிரு. நெக்ஸ்ட் இயர் +2 போகணும்னா அந்த டோர் சாத்திடுவா. சென்னையில நம்ம ஸ்கூல் நம்பர் 1 பொசிஷன்ல இருக்கு. அதுக்கு காரணம் நம்ம ஸ்கூல்ல கல்வி கற்பிக்கிற முறைக்கும் இங்க ஸ்டூடெண்ட்ஸ்க்கு கிடைக்கிற பாதுகாப்பும் தான். அதுக்கு காரணமான நம்ம டீச்சர்ஸ்க்கு என்னோட பாராட்டுகளை தெரிவிக்கிறேன்.
இப்ப நம்மளோட ஸ்பெஷல் கெஸ்ட் மிஸ்ஸஸ் அனபெல்லா ஜார்ஜ் இன்ட்ரெஸ்டிங்கான மேஜிக் ஷோ ஒன்று பண்ணி காட்ட போறாங்க. മാസ്ക് ധരിച്ചെത്തി അവർ അപ്രതീക്ഷിതമായി ഇരകളിൽ ഷോക്ക് ഉണ്ടാക്കുന്നു. അതോടെ ഇരകളുടെ ശരീരത്തിൽ ഏതെങ്കിലും രീതിയിൽ മുൻകൂട്ടി എത്തിച്ചിരുന്ന ഡ്രഗ് ആക്ടിവേറ്റ് ആവുന്നു. തുടർന്ന് ആ ഷോക്കും ഡ്രഗും മുതലെടുത്ത് അവർ ഒരു ഹിപ്നോവീലിന്റെ സഹായത്തോടെ ആ പ്രോസസ്സ് പൂർത്തിയാക്കിയിട്ടുണ്ടാവാം. ഹൈലി ഇൻവെന്റീവ് ബട്ട് ഡേഞ്ചറസ്. പക്ഷെ ശരത്ചന്ദ്രന്റെ കാര്യത്തിൽ ഈ ഡ്രഗ് ആക്ടിവേറ്റ് ആയില്ല. കാരണം അയാൾ ഓൾറെഡി അതിന്റെ കൗണ്ടർ ഡ്രഗുള്ള ബീറ്റ ബ്ലോക്കർ കഴിക്കുന്നുണ്ടായിരുന്നു. സോ ഹിപ്നോസിസ് വർക്കായില്ല. അയാൾ എതിർത്തു, ഒരു സംഘടന ഉണ്ടായി. അതാണ് സംഭവിച്ചത്. മാഡം, നമ്മൾ ഡീൽ ചെയ്യുന്നത് ഒരു സാധാരണ സീരിയൽ കില്ലറുമായിട്ടല്ല. മനുഷ്യ മനസ്സുകളെ ഏത് രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഇന്റലിജന്റ് ആയ ഒരു സൈക്കാട്രിക് ജീനിയസുമായിട്ടാണ്. തോട്ടം തൊഴിലാളിയായ ലൂയിസ് തന്നാലാവും വിധം അധ്വാനിച്ച് യാതൊരു അല്ലലും അറിയിക്കാതെയാണ് 2 മക്കളെയും വളർത്തിക്കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് അമ്മയില്ലാത്ത വിഷമം അറിയിക്കാതെ. ആ കറിയാഞ്ചേന്റെ അപ്പച്ചൻ തീരെ കിടപ്പല്ലേ, ഇന്നോ നാളെന്ന് പറഞ്ഞ് നടക്കുന്നത്. അവിടെ നിന്ന് പോകണം. ഓ, ഇവക്കെ എന്നൊക്കെ അറിഞ്ഞാലോ. പള്ളിക്കുടുത്തി പഠിക്കുന്ന കാര്യം പറഞ്ഞാൽ ഇവിടെ വായിൽ നാക്കില്ല. ടീച്ചറെ പോയിട്ട് വരാം. വീടില്ല ലൂയിസേ, പിള്ളേര് നിലവിട്ട് വരുന്നു. വീടല്ലേ മോനെ, ഇതെന്നടാ ഇത്ര ദിവസത്തോട് പഠിച്ചില്ലേ? മോള് പഠിച്ചു. 2 ചായ, അല്ല പാരമ്പള്ളം വരെ ഓരോ പപ്പടോടെ വന്നാല പിന്നെ നോക്കണ്ടേ? ഉച്ചയ്ക്ക് വരിച്ചാ ലൂയിസേ, നമ്മുടെ റബേക്ക് ഒരു ചെറുക്കനെ നോക്കണ്ടേ? ആരോടി ഓടാറുന്നു. എന്റെ കൊച്ചിന് ഒത്തിരി പഠിക്കാനുള്ള അല്ല കാര്യം വരുന്നത് നിന്നു. ഒട്ടിക്കാൻ തുടങ്ങിയില്ലേ? ഇല്ല. ഇതന്നെ ചോറും മറ്റിനോട്ടിങ്ങനെ പശയും ചെയ്യും. കടയിൽ പശ ഉണ്ടായിരുന്നില്ല. ചാച്ചാ, അപ്പൊ പുൽക്കൂടോ? പുൽക്കൂട് ക്രിസ്മസിന്റെ തലേന്നുണ്ടാക്കും. ഓ, പണ്ട് ചാച്ചൻ പള്ളിയിൽ പുൽക്കൂടുണ്ടാക്കിയിട്ട് 1ാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. സോപ്പൊട്ടി. പിന്നെ സത്യമായിട്ടും. അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം റബേക്ക സ്കൂളിൽ വെച്ച് തലകറങ്ങി വീണെന്ന് ലൂയിസിന് വിളി വന്നത്. എന്നാ മക്കളെ പറ്റി? ഇവള് ക്ലാസ്സിലൊന്ന് ചെറുതായിട്ട് തലകറങ്ങി വീണായിരുന്നു. എന്നാ പറ്റി? ഡോക്ടർ വിളിക്കുന്നുണ്ട്. ലൂയിസേ, കേസ് ഇത്തിരി ഗൗരവമുള്ളതാ. ക്ഷമയോടെ കേൾക്കണം. എന്താ ഡോക്ടറെ? നമ്മുടെ റബേക്ക ഗർഭിണിയാണ്. സമയം ഇച്ചിരി വൈകി. കൊച്ചിന്റെ ആരോഗ്യനിലയൊക്കെ വെച്ച് നോക്കുമ്പോ ഒഴിവാക്കൽ ബുദ്ധിമുട്ടാണ്. ഡോക്ടർ എന്നാ ഡോക്ടർ പറയുന്നത്? എന്റെ മോള് അവള് കൊച്ചല്ലേ? ഡോക്ടർ ശരിക്കും നോക്കിയിട്ടാണ് ഈ പറയുന്നത്. പലരും പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടും എങ്ങനെയാണ് സംഭവിച്ചതെന്നോ ആരാണ് ഉത്തരവാദിയെന്നോ പേടികൊണ്ട് റബേക്ക പറഞ്ഞില്ല.
കഴിക്കുക. എത്ര ദിവസം വെച്ചിട്ടായത്? അവസാനം ചാച്ചന്റെ വിഷമത്തിന് മുന്നിൽ റബേക്ക തോറ്റു. അവൾ കാരണക്കാരനായ ആളിന്റെ പേര് പറഞ്ഞു, ഫാദർ ബെന്നറ്റ് ഫ്രാങ്കോ. ഫാദർ ബെന്നറ്റ് ഹൈറേഞ്ചിലെ സഭയുടെ പ്രധാനികളിൽ ഒരാളായിരുന്നു. നാട്ടുകാരുടെ പ്രിയങ്കരൻ, ജനസമ്മതൻ, സഭയുടെ കർഷക സംഘടനയുടെ രൂപതാ തല ഡയറക്ടർ, അതോടൊപ്പം സഭയുടെ ഹൈറേഞ്ചിലെ സകല കോർപ്പറേറ്റ് ഡീലുകളുടെയും നടത്തിപ്പുകാരനും ഇടനിലക്കാരനും ഫാദർ ബെന്നറ്റ് ആയിരുന്നു. ഫിലിപ്പേ, പള്ളി വേറെ പട്ടക്കാരൻ വേറെ എന്നൊക്കെ ഇയാൾ തന്നെയല്ലോ പറയാറുള്ളത്. ഗതികേടുണ്ടല്ലേ അച്ചോ? ഗതികേടൊക്കെ എനിക്കറിയാം, പക്ഷെ ഇതൊരു കച്ചവടമല്ലേ, ചാരിറ്റി അല്ലല്ലോ. ഞാൻ ഈ പറഞ്ഞതൊക്കെയാണെങ്കിൽ ഓക്കെ കേട്ടോ. തൻ്റെ മേലധികാരികൾക്കോ തൻ്റെ വളരെ അടുത്ത ആളുകൾക്കോ പോലും അറിയാത്ത മറ്റൊരു മുഖം കൂടി ഫാദർ ബെന്നറ്റിനുണ്ടായിരുന്നു. തൻ്റെ ദൈവദത്തമായ അധികാരം ദുർവിനിയോഗം ചെയ്യാൻ മടിയില്ലാത്ത ഒരു പെഡോഫൈലിൻ്റെ മുഖം. ലൂയിസേ, സാറേ, മകളും മൈനറായ കാരണം നമ്മൾ ഈ കേസ് വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. പിന്നെ പരാതി പറഞ്ഞിരിക്കുന്ന ആൾ ചില്ലറക്കാരനല്ലല്ലോ. ഇതൊരു സാമുദായിക പ്രശ്നം ആവാണ്ട് നമ്മൾ നോക്കണം. കുറ്റവാളിയെ ശിക്ഷിച്ചു കഴിയുമ്പോൾ മകളുടെ ജീവിതം പോകാൻ പാടില്ലല്ലോ, അല്ലേടോ? ശരിയാണ് സാർ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും കണക്കിലെടുക്കണമല്ലോ, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യമാകുമ്പോൾ. ഞാനൊന്ന് മേലുദ്യോഗസ്ഥന്മാരായിട്ടൊന്ന് ആലോചിക്കട്ടെ. ലൂയിസ് ഇപ്പം ധൈര്യമായിട്ട് പോകും, മകളുടെ കൂടെ പോയിരിക്കും. സാറിന് വിശ്വസിക്കാൻ പോവുക. എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തിൽ സാറിന് തീരുമാനം എടുക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ ഒരു കാര്യം, ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അറിയാലോ? പോട്ടെ സാറേ. ശരി. കർത്താവിന് നിരക്കാത്ത പണിയല്ലേ അച്ചോ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് കാശ് ഇത്തിരി കൂടും. ഇങ്ങനത്തെ ഒരേ പണിയൊക്കെ ഒപ്പിക്കും മുമ്പ് ആലോചിക്കണ്ട അച്ചോ. ഈ അച്ഛനിവിടെ ആലോചിച്ചുണ്ടാക്കിയിരി, ഞാൻ പോയിട്ട് വരാം. ഏത് അല്ലേ? എന്റെ പൊന്നുമക്കളെ ഒന്നും ചെയ്യില്ല സാർ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാറേ. എന്റെ പൊന്നു സാറേ, ഞാൻ എന്നാന്ന് വെച്ചാൽ സംഭവിച്ചോളാം സാറേ. എന്റെ പൊന്നുമക്കളെ ഒന്നും ചെയ്യില്ല സാർ. നിയമപാലകരും സമുദായ പ്രമാണിമാരും എല്ലാം എതിരായപ്പോൾ നിസ്സഹായനായി പോയ ലൂയിസിന് മക്കളുടെ സുരക്ഷയെ കരുതി സ്വന്തം മകളുടെ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നു. റബേക്കയുടെ ഭാവിക്കും നല്ലതിനും വേണ്ടിയാണെന്ന് നാട്ടുകാരെയും സമുദായക്കാരെയും വിശ്വസിപ്പിച്ച് ബെന്നറ്റ് റബേക്കയെ നോർത്ത് ഇന്ത്യയിലെ ഏതോ ഒരു മഠത്തിലേക്ക് മാറ്റി. പിന്നീട് അവളെപ്പറ്റി ആരും ഒന്നും കേട്ടിട്ടില്ല. ഒരു ബാധ്യത ഒഴിവായതിൻ്റെ ആശ്വാസത്തിൽ ബന്ധുക്കൾ ആരും അന്വേഷിക്കാനൊട്ട് മെനക്കെട്ടുമില്ല. നീ നന്നായി പഠിക്കണം. നിനക്കാവതാവുന്ന കാലത്ത് നീ അവിടെ തേടി പിടിച്ചുകൊണ്ട് വരണം. സാറേ, എൻ്റെ മോൻ ആരുമില്ല, അത് നോക്കിയേക്കണം സാറേ. മകളും ജീവിതവും ഒക്കെ കൈവിട്ടുപോയ ലൂയിസ് സഹതടവുകാരുടെ പീഡനം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടോ മനോവിഷമം കാരണമോ ദുരൂഹ സാഹചര്യത്തിൽ ജയിലിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. ചടങ്ങുകൾ അവസാനിച്ചിരിക്കുകയാണ്. അന്ത്യചുംബനം കൊടുക്കലൊക്കെ എല്ലാം കൊടുക്കാം.
போட்டோல இருக்கிற ஒரு பேர் தான் பெர்னாண்டஸ். அவர் ஒரு மெஜிஷியன், மியூசிக் டீச்சரா இருந்த இந்த அம்மா இவர் செத்ததுக்கு அப்புறம் பார்ட் டைமா மேஜிக் ஷோ பண்ணிட்டு இருந்தாங்க. அப்ப அதே ஸ்டேஜில் தன்னோட ஒரே மகன் கிறிஸ்டபரை எல்லாருக்கும் அறிமுகம் செஞ்சு வச்சாங்க. ஆனா கிறிஸ்டபரை பார்த்த உடனே அங்க இருந்த எல்லாரும் அதிர்ச்சி ஆனாங்க. காரணம், சின்ன வயசுலயே வயசான தோற்றத்தை கொடுக்கிற ஹார்மோன் பிரச்சனை அவன் உடம்புல இருந்தது. அதனால மற்ற பசங்கள்லாம் கிறிஸ்டபரை சக மாணவனாவே ஏத்துக்க மறுத்தாங்க. கிறிஸ்டோபர் இங்க வா. சோஃபியா. ஷோபியோட ஆதரவை பார்த்து மேரிக்கும் கிறிஸ்டபருக்கும் சின்ன நிம்மதி ஏற்பட்டுச்சு. அது ஷோபியோட ஃப்ரெண்ட்ஸுக்கு யாருக்குமே பிடிக்கல. சரி வா, நம்ம அது எதுவும் கிறிஸ்டபரை பாதிக்க விடாம மேரி அவனை ரொம்ப அரவணைப்பா பார்த்துக்கிட்டான். ஹாப்பி பர்த்டே டு யூ. தேங்க்யூ சோஃபி. மற்றவங்கள பத்தி கவலைப்படாம கிறிஸ்டபரை ஒரு பெஸ்ட் மெஜிஷியனா உருவாக்க அவனை தயார்படுத்த ஆரம்பிச்சாங்க மேரி. அதே சமயம் ஷோபி மேல கிறிஸ்டபருக்கு அதீத அன்பு உருவாச்சு. சோஃபியா, சோஃபி. என்னடா சொல்லு. ஹே சோஃபியா, சூப்பர்டா. நான் உன்னை லவ் பண்றேன். முதல்ல அது ஷோபிக்கு அதிர்ச்சியா இருந்தாலும் சோஃபி பின்னாடி அவனுக்கு அட்வைஸ் பண்ணி புரிய வைக்க முயற்சி பண்ணான். ஆனா அது முடியாம போனதுனால ஷோபி அவங்கிட்ட இருந்து விலக ஆரம்பிச்சான். அதை ஏத்துக்க முடியாத கிறிஸ்டபர் ஷோபியை விடாம தொந்தரவு பண்ணிக்கிட்டே இருந்தான். இப்படி பேசாம இருக்கா சோஃபியா? அவதான் கூட பேச மாட்டாளே, அப்புறம் எதுக்கு தேவையில்லாம டிஸ்டர்ப்? சோஃபியா, சோஃபியா, என் மம்மிக்கு அப்புறம் என் மேல அதிகமா கேர் எடுத்து அத ஷோபியால தாங்க முடியல. சோஃபியா ஸ்கூல் லைப்ரரியில இருந்து தான் படிச்ச ஜெனடிக் சம்பந்தமான புஸ்தகத்தை எடுத்து போட்டு படிக்க சொன்ன. எதுக்கு சோஃபியா? அவனோட ஹார்மோன் நோயை பத்தி அவங்கிட்டே சொல்லிடுறேன். அப்படிலாம் சொல்ல சோஃபியா, நான் நார்மல் தான். கிறிஸ்டோபர் என்ன சொல்ல வைக்காத. நான் நார்மல் சோஃபியா. சோஃபியா அப்படி பேசாத சோஃபியா. அது படிடா. முடியற சோஃபியா ப்ளீஸ். அப்பவும் கிறிஸ்டபர் விடாததால ஷோபி ரொம்ப கோவப்பட்டு, உனக்கு கல்யாணம் பண்ற தகுதியே இல்லை, நீ ஒரு இம்பார்ட்டன்ட், அதாவது ஆண்மை இல்லாதவன்னு சொல்லி திட்டான். இனிமே லவ் கல்யாணம்னு சொல்லி என்ன டிஸ்டர்ப் பண்ணாதன்னு கோபம் சொல்லிட்டு போயிட்டான். அன்னைக்கு நைட்டு தன்னோட நோயை பத்தி, மத்தவங்க தன்னை வெறுக்கிறத பத்தி மேரி கிட்ட சொல்லி கதறான். ஆனா அவங்க அம்மா மேரி, நீ பெரிய மெஜிஷியன் ஆவேன்னு சொல்லி ரொம்ப கஷ்டப்பட்டு அவனை சமாதானப்படுத்தினான். அவனோட தாழ்வு மனப்பான்மையை போக்குறதுக்கும் அவனோட குறைகளை மறைக்கவும் அவனை கொஞ்சம் அழகுபடுத்தினான். அவனும் கொஞ்சம் தன்னம்பிக்கையா சந்தோஷமா ஸ்கூலுக்கு போனான். முட்டைங்கிற சத்தம் கிறிஸ்டபரை நிலைக்குலைய வச்சது.
ஐம் சாரி மேம். அன்னைக்கு கிறிஸ்டோஃபர்ட்ட நான் அப்படி பேசியிருக்க கூடாது. அடுத்த நாள் ஃபீவர் மேம், நான் ஸ்கூலுக்கு கூட வரல. நேரையும் சமாதானமாகி 2 பேரையும் மறுபடியும் ஃப்ரெண்ட்ஸாக சொல்லி கிஃப்ட் ஒன்று கொடுக்குறேன். அந்த அம்மாவை கைது பண்ணி வெளியே கூட்டிட்டு வரும்போது அங்கிருந்து அத்தனை பேரும் பயப்பட்டாங்க. पुलिस वाला गाड़ी आ गया, वो अभी बुलाएगा हमको. छोटू सब इधर आ. मैं बोला था ना, मैं आता हूँ अभी. ठीक सब अपार्टमेंट क्लीन किया सब. अच्छा किया. अच्छा किया सर. पान है तेरे पास? नहीं है सर. क्या ये क्या है? एक ही पैकेट है सर. सिर्फ एक ही. ये यूज नहीं करने का मालूम है ना तेरे को? मालूम है सर. अंदर डालेगा मैं. एक ही है सर. बाद में गाँव नहीं देखेगा तू. जा दे दो ना सर. जा रे. साला चोर है कहीं का. ஹலோ ஹலோ அருண், அந்த லேடி பத்தி ஏதாவது க்ளூ கிடைச்சதா? நம்ம நினைக்கிற மாதிரி சைக்கோ அந்த லேடி இல்ல, அவன் பையன் கிறிஸ்டோபர். அவன் ஓல்ட் ஏஜ் லுக் எதுக்கு பயன்படுத்திருக்கான். இப்போ அந்த சைக்கோ நம்ம கையில தூக்கிட்டு போயிட்டான் வெங்கட். என்ன சொல்ற அருண்? ஆமா வெங்கட், மத்தெல்லாம் நேர்ல வந்து சொல்றேன். இப்போ அந்த கிறிஸ்டோபர் எப்படி ஐடென்டிஃபை பண்றது? அந்த சைக்கோக்கு வலது கையில 6 விரல் இருக்கும் வெங்கட். இந்த இன்ஃபர்மேஷன் எல்லாரும் கொடுத்து உடனே அலர்ட் பண்ணு. ஹலோ வெங்கட், ஹலோ வெங்கட் கேக்குதா? வெங்கட் லைன்ல இருக்கியா? ஒரு நிமிஷம். என்ன வெங்கட்? கிறிஸ்டோபர், ஹலோ ஹலோ கிறிஸ்டோபர் கீழே இருக்கு. வெங்கட் வெங்கட் என்னாச்சு வெங்கட்? மாட்டிட்டாரு. ஹலோ வெங்கட் என்ன சொல்ற? கிறிஸ்டோபர் கெட் டவுன். வெங்கட் எந்த ஏரியால இருக்கீங்க? நம்ம நந்தன் மார்ச்சேரிக்கு பக்கத்துல இருக்கிற சப்வே. வெங்கட் வெங்கட் கையில அங்க இருக்கலா? வெங்கட் கையில அங்க இருக்கலா? ஒரு நிமிஷம். அருண் கையில இங்கதான் இருக்கா, அவளுக்கு ஒண்ணும் இல்ல. ஹலோ வெங்கட் வெங்கட் யோசிக்க சுட்டு. கிறிஸ்டோபர் கீழே இறங்கு. வெங்கட் வெங்கட் சுட்டு வெங்கட். ஹலோ வெங்கட் வெங்கட் யோசிக்க சுட்டு. கையை மலத்துக்கு முட்டி போடுறா. வெங்கட் யோசிக்காத சுட்டு வெங்கட். நகராத. வெங்கட் வெங்கட் சுடு வெங்கட். வெங்கட் சொல்றது கேளு வெங்கட், யோசிக்காத. வெங்கட் யோசிக்காத சுட்டு.